ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൈക്രോ ഗ്രീൻസിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ മണ്ണും വളവും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇലക്കറികൾ എങ്ങനെ നട്ട് വളർത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. ചെറുപയർ തലേ ദിവസം മുളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൽ പാകി വളർത്തിയിട്ടുള്ളതാണ്. ഇത് 6 ദിവസം മാത്രം വളർച്ചയായ ചെടികളാണ്. ഇതിനെ നമ്മൾ ബേബി പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. ഇതിന് വളർന്ന് വലുതായ ഇലകൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും ഈ സ്റ്റേജിലുള്ള ഇലകൾ നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് 3 ഇരട്ടിയാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയാണ്. ഈ സ്റ്റേജിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വേര് കൂടി നമുക്ക് ആഹാരത്തിന് പാകം ചെയ്യാൻ എടുക്കാവുന്നതാണ്. ഇത് ഞാനൊരു ഹോളുള്ളൊരു പാത്രത്തിൽ പാകിയതിന് ശേഷം ഒരു വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ്. 3 രീതിയിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് രണ്ടാമത്തെ രീതിയാണ്. ഇതിൽ ഞാൻ കോട്ടൺ തുണിയാണ് വെച്ചിട്ടുള്ളത്. കോട്ടൺ തുണി നനച്ചതിന് ശേഷം ഇതിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചെറുപയർ മുളച്ചത് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ നന്നായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏതെങ്കിലും ഷെയ്ഡുള്ള സ്ഥലത്ത് വയ്ക്കാം. ഞാനിത് എൻ്റെ വർക്ക് ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു കൊട്ടയിൽ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് ചെറുതായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ മുളപ്പിച്ച ചെറുപയർ മണികൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നോക്കി അതും വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ് നമുക്ക് ഈ 3 രീതിയിൽ ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല, മല്ലിയും കടുക്, ഉലുവ, റാഗി ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് മല്ലിയാണ്, ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള മല്ലിയാണ്. ഇതൊരു പാത്രത്തിൽ ചെറുതായിട്ട് ഹോളുണ്ടാക്കി അതിലേക്ക് മല്ലി പാകിയതിന് ശേഷം വേറൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ മുള വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കണ്ടില്ലേ? അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് ഈ ചെറിയ പാത്രത്തിൽ നമുക്ക് വെച്ചാൽ മതി. മല്ലിയില റെഡിയായി കിട്ടും. പിന്നെ ഞാൻ ചെറുപയർ വളർത്തിയെടുത്തതിൻ്റെ ഓരോ സ്റ്റേജുകളും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ചെറുപയർ ഞാൻ തലേദിവസം കുതിർത്ത് വെച്ച് മുളപ്പിച്ചെടുത്തു. ഇത് 1ാമത്തെ ദിവസം ഞാനിങ്ങനെ ഹോളുള്ള ഒരു പാത്രത്തിൽ ചെറുപയർ വിതറി കൊടുത്തു. ഇത് വന്നിട്ട് കോട്ടൺ തുണിയിൽ ഇട്ട് കൊടുത്തതാണ്. ഇത് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്. 2ാമത്തെ ദിവസമായപ്പോഴേക്കും ചെറുപയറിൻ്റെ വേരൊക്കെ പുറത്തേക്ക് ഇറങ്ങി ചെറുപയറൊന്ന് ആയിട്ടുണ്ട്. 3ാമത്തെ ദിവസമായപ്പോഴേക്കും ഇതിൽ ചെറിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വേരും വന്നു തുടങ്ങിയിട്ടുണ്ട്. 4ാമത്തെ ദിവസമായപ്പോഴേക്കും ചെടികളിൽ 2 ഇല വീതം വരാൻ തുടങ്ങി. 5ാമത്തെ ദിവസമായപ്പോഴേക്കും ചെടികൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇതാണ് 6ാമത്തെ ദിവസം. നമുക്ക് ഈ ദിവസത്തിൽ നമുക്ക് ചെടികൾ മുറിച്ച് ആഹാരം പാകം ചെയ്യാവുന്നതാണ്. അപ്പോൾ വെറും 6 ദിവസം കൊണ്ട് തന്നെ ഈ ഇലക്കറികളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ആഴ്ചയിലും നമുക്ക് ഓരോ ധാന്യങ്ങളിട്ട് ഇതുപോലെ ചെയ്തു നോക്കാം. ഇനി വേറൊരു രീതിയിലും കൂടി ചെയ്യാം. ചകിരിച്ചോറിട്ടിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ ചകിരിച്ചോറ് നനച്ചെടുത്തത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ബോട്ടിലാണ് ഞാൻ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ആഴ്ച ചെറുപയർ എടുത്തത് കൊണ്ട് ചെറുപയർ ഇന്ന് ഞാൻ അരിഞ്ഞെടുക്കും. അപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ വൻപയറാണ് റെഡിയാക്കാൻ പോണത്. അതിനായിട്ട് വൻപയർ ഞാൻ കുതിർത്ത് മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിലൊക്കെ മുള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ചകിരിച്ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ രക്തക്കുറവുള്ളവരും അതുപോലെ അനീമിക്കായിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട് ഇലക്കറികൾ ഡെയിലി കഴിക്കണം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്കൊന്നും എപ്പോഴും ചീരയൊന്നും കിട്ടിയൊന്നും വരില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ വല്ല കീടനാശിനികളൊക്കെ തളിച്ചതായിരിക്കും, അല്ലെങ്കിൽ വാടിയതായിരിക്കും. ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇലക്കറികൾ, അതും വിശ്വസിച്ച് കഴിക്കാനും പറ്റുന്നതായിട്ടുള്ള ഇലക്കറികൾ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഒരു ലെയർ വിതറി കൊടുക്കണം. ഇനി ഇത് വിതറി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം. വെള്ളം കുത്തി ഒഴിച്ച് കൊടുക്കരുത്. അതുപോലെ തന്നെ ഇത് 2 നേരം മുടങ്ങാതെ നനച്ചു കൊടുക്കണം.
ഇലകളിലും തളിച്ചു കൊടുക്കണം വെള്ളം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. നമുക്ക് ധൈര്യത്തോടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരം പാകം ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ വെള്ളം നന്നായിട്ട് തളിച്ചു കൊടുത്തതിന് ശേഷം ഇത് ചെറിയ വെളിച്ചം കിട്ടുന്ന എവിടെയെങ്കിലും വെക്കാം. ജനലിൻ്റെ അരികിലോ നല്ല ഷെയ്ഡുള്ള എവിടെയെങ്കിലും വെച്ച് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ എൻ്റെ വർക്ക് ഏരിയയുടെ അവിടെയാണ്, ജനലിൻ്റെ അവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ചെറിയ വെളിച്ചം കിട്ടുന്ന സ്ഥലമാണിത്. ഇനി നമുക്കിത് വേറൊരു ട്രേയിലും കൂടി ചെയ്തെടുക്കണം. ഇത് അടുക്കളയിൽ നമ്മൾ സവാള ഉള്ളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ട്രേ ആണ്. ഇതിൽ ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കോട്ടൺ തുണി ചെയ്യാണ്. കോട്ടൺ തുണി, നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി വിരിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ വൻപയർ ഇടാൻ പോവാണ്. വൻപയർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെവിടെയെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ വെളിച്ചം കിട്ടുന്ന എവിടെ വേണമെങ്കിലും ഇത് വയ്ക്കാവുന്നതാണ്. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.